ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺ ദാസ് സംവിധാനം ചെയ്ത് ജൂലൈ 24 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഉന്മാദം. സിനിമയുടെ തിരകഥ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ഷാഹി കബീറാണ്. ചിത്രത്തിൽ സാബുമോൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, സുധീഷ്, കൃഷ്ണപ്രഭ, അരുൺ ചെറുകയിൽ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിൽ 2 ദിവസം കൊണ്ട് ഈ സിനിമ 1,67,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 12 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 6,50,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യ ഗ്രോസായി 2 ദിവസം കൊണ്ട് 1,89,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $89,000 കളക്ട് ചെയ്തത്, അതായത് 78,22,000 രൂപ. 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 2,67,00,000 രൂപയാണ്. ഇനി 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 1 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 2,70,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച തിയേറ്ററിൽ ലോകമെമ്പാടും വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയായ 4 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 5,92,00,000 രൂപയും 2-ാം ദിവസമായ വെള്ളിയാഴ്ച 4,33,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്നലെ 3-ാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ 5,42,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് സിനിമ 15,67,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ 3 ദിവസം കൊണ്ട് നേടിയെടുത്തത് മഹാരാഷ്ട്രയിലാണ്. 43,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ദില്ലിയിൽ 3 ദിവസം കൊണ്ട് 31,87,00,000, ഉത്തർപ്രദേശിൽ 11,80,00,000, പഞ്ചാബിൽ 6,03,00,000, ഹരിയാനയിൽ 2,29,00,000, ഗുജറാത്തിൽ 13,69,00,000, രാജസ്ഥാനിൽ 6,97,00,000, ഗോവയിൽ 1,45,00,000, വെസ്റ്റ് ബംഗാളിൽ 10,36,00,000, ആസാമിൽ 3,29,00,000, ഒഡീസയിൽ 4,02,00,000, കർണാടകയിൽ 26,38,00,000, തെലങ്കാനയിൽ 16,45,00,000, ആന്ധ്രാപ്രദേശിൽ 8,62,00,000, തമിഴ്നാട്ടിൽ 18,70,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 3D എക്സ്പെൻസ് ഉൾപ്പെടെ 240,90,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3D എക്സ്പെൻസ് ഇല്ലാതെ ഇന്ത്യൻ ഗ്രോസായി 215,02,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. സോണി പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ പോസ്റ്ററും ഇന്ന് വന്നിട്ടുണ്ട്. 3D എക്സ്പെൻസ് ഒഴിവാക്കി ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 216 കോടി രൂപയാണ്. അതായത് ട്രാക്കേഴ്സ് റിപ്പോർട്ടും ഒഫീഷ്യൽ പോസ്റ്ററും തമ്മിൽ കാര്യമായ അന്തരം വന്നിട്ടില്ല. ഇനി 4-ാം ദിവസം കൂടി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 5,80,00,000 6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 21 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 95-100 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയിൽ 340 കോടി റേഞ്ചിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദളപതി വിജയന്റെ ജനനായകൻ തിയേറ്ററിലെത്തിയിട്ട് 11-ാം ദിവസവും 2-ാമത്തെ ഞായറാഴ്ചയുമാണ് പിന്നിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഞായറാഴ്ച കളക്ഷൻ കൂടിയിട്ടുണ്ട്. 10-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 30 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 10 ദിവസം കൊണ്ട് 15,69,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് കേരളത്തിൽ 7,02,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ ഈ സിനിമ വിജയിക്കുന്നതിന് 8 കോടി രൂപയാണ് ഷെയറായി നേടിയെടുക്കേണ്ടത്. ഇനി 11-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 40-45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 11 ദിവസം കൊണ്ട് 16,10,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് തമിഴ്നാട്ടിലും ഈ സിനിമയ്ക്ക് കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് തമിഴ്നാട്ടിൽ 8,9 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലുമാണ്. സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 295 കോടി റേഞ്ചിലാണ്. ആദിത്യ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് പ്ലൂട്ടോ. ചിത്രത്തിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, ആർഷ ചാന്ദിനി ബൈജു, അജു വർഗീസ്, വിനീത് തട്ടിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 56,50,000 രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. കർണാടകയിൽ 6 ലക്ഷം കളക്ട് ചെയ്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,20,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 63,70,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇനി 4-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് 87 ലക്ഷം റേഞ്ചിലാണ് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും 1 കോടിക്ക് മുകളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത ബോളിവുഡ് സിനിമയാണ് ഭായി തേരാ സ്റ്റാർ ഹേ. ഈ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യ ദിവസം 29,30,000 രൂപയും 2-ാം ദിവസം 21,90,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച ഇന്ത്യൻ ഗ്രോസായി 22,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 73,40,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. സിനിമയ്ക്ക് 35 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.